അനുകൽപ്പനം. വിവർത്തനത്തിൻ്റെ ഒരു ശാഖയാണ് അനുകൽപ്പനം അഥവാ അഡാപ്റ്റേഷൻ. റോമൻ യാക്കോബ്സൺ അനുകൽപ്പനത്തെ ചിഹ്നാന്തര വിവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു കൃതി വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് മാറ്റി വിവർത്തനം ചെയ്യുന്ന രീതിയാണിത്. ആട്ടക്കഥാ സാഹിത്യം കഥകളി ആകുന്നതും ഷേക്സ്പിയറുടെ ഒഥല്ലോ മലയാളത്തിലെ കളിയാട്ടം സിനിമയാകുന്നതും അനുകൽപ്പനമാണ്. അനുകൽപ്പനത്തിന് ചില പൊതു തത്വങ്ങളുണ്ട്. സ്വീകരിക്കപ്പെടുന്ന കൃതി ലക്ഷ്യഭാഷാകാരൻ്റെ അഭിരുചി പ്രധാനമായിരിക്കും. മൂലകൃതിയിൽ തന്നെ ആകർഷിച്ച പ്രത്യേക സ്വഭാവങ്ങൾ തൻ്റേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് പുതുമ നൽകുന്നതും അനുകൽപ്പനക്കാരൻ ശ്രദ്ധിക്കുന്നു. അനുകൽപ്പനത്തിന് ഉദാഹരണമാണ് മലയാളത്തിലെ ബോഡിഗാർഡ് എന്ന സിനിമ കാവലൻ എന്ന തമിഴ് സിനിമയാകുന്നത്. പിൻവിവർത്തനം. ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പദത്തെയോ പ്രയോഗത്തെയോ പാഠത്തെയോ മൂലഭാഷാ പാഠത്തെ ആശ്രയിക്കാതെ തിരിച്ച് അതേ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് പിൻവിവർത്തനം. വിവർത്തനത്തിൻ്റെ സൂക്ഷ്മത പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല ഭാഷാശാസ്ത്ര രീതിയാണിത്. ഏതെങ്കിലും കാരണത്താൽ മൂലപാഠം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ പിൻവിവർത്തനം ഉപകാരപ്രദമാണ്. ലിപ്യന്തരണം. ഒരു ഭാഷ മറ്റൊരു ഭാഷയുടെ ലിപിയിൽ എഴുതുന്ന പ്രക്രിയയാണ് ലിപ്യന്തരണം. ഒരു ഭാഷ മറ്റൊരു ഭാഷയുടെ ലിപിയിൽ എഴുതുന്ന പ്രക്രിയ. ഈ പ്രവർത്തനത്തിൽ ലിപി മാത്രമേ മാറുന്നുള്ളൂ, ഭാഷ മാറുന്നില്ല. ഉദാഹരണമായി ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നത് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് മലയാളത്തിൽ എഴുതിയാൽ ലിപ്യന്തരണമായി. ഇവിടെ ലിപിയാണ് മാറിയത്, ഭാഷ ഇംഗ്ലീഷ് തന്നെ. ഇന്ന് സമസ്ത വിവർത്തന മേഖലയിലും വാമൊഴി ആശയ വിനിമയത്തിലും ഇത്തരം പ്രവണതകൾ സർവ്വസാധാരണമാണ്.